ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒളിയമ്പുമായി നടൻ ഷമ്മി തിലകൻ. തിലകന്റെ ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചുകൊണ്ടായിരുന്നു പ്രതികരണം. ചില്ലക്ഷരം കൊണ്ടുപോലും കള്ളം പറയാത്ത കള്ളൻ എന്ന അടിക്കുറിപ്പിൽ പറയുന്നു. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീമോ, ഈ മലയാള സിനിമയിലെ ഈ പറയുന്ന 15-അംഗ മാഫിയ സംഘം എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് വേറൊരു തരത്തിൽ പ്രവർത്തിച്ച കാലത്താണ് തിലകനെ വിലക്കുകയും തിലകൻ പിന്നീട് നാടകത്തിലേക്ക് തിരികെ പോവുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ തിലകൻ നടത്തിയ പോരാട്ടം അത് വേറൊരു തരത്തിൽ ഇപ്പോൾ അതിന് വേറൊരു രൂപവും ഭാവവും ഉണ്ടായതായിരിക്കാം ഒരു പക്ഷേ ഈ ഷമ്മി തിലകൻ ഈ പോസ്റ്റിലൂടെ സൂചിപ്പിക്കുന്നത്, അല്ലേ? വിജയകുമാർ, തീർച്ചയായും. കാരണം മലയാള സിനിമയിൽ ആ സിനിമ തമ്പുരാക്കന്മാർക്കെതിരെ തന്നെ കലാപമുയർത്തി വളരെ കാലം സിനിമ പോലും ഇല്ലാതിരുന്നിട്ടും ആ നിലപാടിൽ നിന്നും അണുവിട ചലിക്കാതെ തുടർന്നയാളായിരുന്നു തിലകൻ. മകൻ ഷമ്മി തിലകനും മലയാള സിനിമയിലെ ഈ പറയുന്ന വലിയ വൻ കോക്കസുകൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതാണ്. നിലപാടുകൾ കൃത്യമായി ആ യോഗങ്ങളിൽ അമ്മ യോഗത്തിൽ ഉൾപ്പെടെ പറഞ്ഞതാണ്. പിന്നീട് അമ്മ തന്നെ ഷമ്മി തിലകനെ പുറത്താക്കി. അങ്ങനെ പലവിധത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പല കാര്യങ്ങളും പോലും ഒരുപക്ഷെ തിലകനെയും മകൻ ഷമ്മി തിലകനെയും ബന്ധിപ്പിക്കാവുന്ന കാര്യങ്ങളാണ്. അതിൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരുന്നു, ഒരു നടൻ സിനിമാ മേഖലയിലെ മോശം പ്രവണതകൾക്കെതിരെ തുറന്നു സംസാരിച്ചതിന്റെ പേരിൽ സിനിമയിൽ നിന്ന് വിലക്കപ്പെട്ടു. പിന്നീട് സീരിയലിലേക്ക് പോയി അവിടെയും മോശം അനുഭവം നേരിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഷമ്മി തിലകനിലേക്കൊക്കെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്ന് ചർച്ചയാകുന്ന സമയത്ത് ഇരുവരും, ഈ മകനും അച്ഛനും, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ട് ചില്ലക്ഷരം കൊണ്ടുപോലും കള്ളം പറയാത്ത കള്ളൻ എന്നതിലൊരു അടിക്കുറിപ്പും അതിൽ ചിരി കണ്ട എന്നുകൂടി ചോദിച്ചുകൊണ്ടായിരുന്നു ഷമ്മി തിലകൻ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് പങ്കുവെച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷമുള്ള ഒരാൾ തിലകനായിരുന്നേനെ എന്നൊരു സൂചനയുണ്ട്. ഉറപ്പായും തിലകൻ അന്ന് തുടങ്ങി വെച്ചൊരു കലാപം അത് അമ്മ താരസംഘടനയിൽ, പിന്നീട് അത് മകൻ ഏറ്റെടുത്ത്, അങ്ങനെ പലവിധത്തിൽ പല കാലങ്ങളിൽ ഈ പ്രധാനപ്പെട്ട സിനിമയിലെ തന്നെ വലിയ ആളുകൾ എന്നൊക്കെ നമ്മൾ പറയുന്ന അധികാര കേന്ദ്രങ്ങൾക്കെതിരെ പോരാട്ടം നടത്തിയവരാണ് തിലകനും ഷമ്മി തിലകനും. ഉറപ്പായും അതുകൊണ്ട് തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മലയാള സിനിമയിൽ മോശം പ്രവണതകൾ നിലനിൽക്കുന്നു എന്ന അതിഗുരുതരമായ പരാമർശങ്ങൾ ഉൾപ്പെടെ അതിൽ വരുമ്പോൾ അതിൽ ഷമ്മി തിലകൻ ഒരു ഉള്ളിലെങ്കിലും ഒരു സന്തോഷമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ സന്തോഷമാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തു വരികയും ചെയ്യുന്നത്. വിജയകുമാർ, യെസ്, ചില്ലക്ഷരം കൊണ്ടുപോലും കള്ളം പറയാത്ത കള്ളൻ എന്ന അടിക്കുറിപ്പിൽ പറയുകയാണ് ഷമ്മി തിലകൻ. എന്തായാലും തിലകൻ നടത്തിയ പോരാട്ടത്തെ ഓർമ്മിപ്പിക്കുന്നു. ഷമ്മി തിലകൻ പലപ്പോഴും ഇത്തരം ഈ മാഫിയ സംഘങ്ങളുടെ രോഷത്തിനൊക്കെ ഇരയാവുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹം ഈ ഘട്ടത്തിൽ ഓർക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ആ ചിത്രം അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഉറപ്പായും സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.